നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോവാങ്കളെ? നിനക്ക് കേറി വരാൻ ഇടമില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത്? ദേ ഇപ്പോഴും 5000 സ്ക്വയർ ഫീറ്റിലൊരു ഒന്നാന്തരം പുതിയ വീട്ടിലാണ് അങ്ങോട്ട് താമസിക്കുന്നത്. കയറി താമസം കഴിഞ്ഞതേ ഉള്ളൂ. നിനക്കിഷ്ടമുള്ള മുറി തിരഞ്ഞെടുക്കാം, അതിന് മടി വേണ്ട. ഏത് സമയവും അധികാരത്തോടെ വന്ന് കയറാം മോൾക്കൻ്റെ വീട്ടിലേക്ക്. അതൊന്നും വേണ്ട, ഞങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയി റൂം എടുത്തോളാം. ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കി പ്രണവേ. നിന്റെ മനസ്സിൽ എന്നോട് ശത്രുത കാണുമായിരിക്കും, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഈശ്വരമംഗലത്തോട് തീർത്താൽ തീരാത്ത പകയാണ് എനിക്കെങ്കിൽ അവിടുത്തെ ഒരു സന്തതിക്ക് വിളിച്ച് അഭയം കൊടുക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. ശത്രുവായാലും ഇങ്ങനെ തെരുവ് നിൽക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. വാ പ്രണവേ, മടിക്കേണ്ട, വന്ന് കാറി കയറി നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്നോട് ഇങ്ങനൊരു അനുകമ്പ കാണിച്ചാലും നന്ദിയുണ്ട്, പക്ഷെ വേണ്ട. എന്തിനാ ഈ പിടിവാശി? നിങ്ങൾ തൽക്കാലം വീട്ടിലേക്ക് വാ. അവിടെ നിന്നുകൊണ്ടൊരു വാടക വീട് തരപ്പെടുത്താലോ. എന്നിട്ട് മാറിക്കോ. എന്തായാലും ഹോട്ടൽ മുറിയിലേക്കൊന്നും നിങ്ങളെ ഞാൻ വിടില്ല. വാ പ്രണവേ, ഇന്ന് നമുക്ക് അങ്കിളിന്റെ വീട്ടിലേക്ക് പോവാം. വാശി വിട്ടേക്ക് പ്രണവേ, ശിവാനി പറയുന്ന കേക്ക്. വാ പ്രണവേ, പ്ലീസ്. വാ. പ്രണവ് പോകാൻ സാധ്യതയുള്ള അവൻ്റെ സുഹൃത്തുക്കളെ എല്ലാം ഞാൻ വിളിച്ചു. പക്ഷേ അവിടെയൊന്നും അവൻ ചെന്നിട്ടില്ല. ഇനി ശിവാനിക്ക് അത്ര അടുപ്പമുള്ള കൂട്ടുകാരികൾ വല്ലതുണ്ടാവോ? അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അത്രയ്ക്കുള്ള അടുപ്പമൊന്നും അവൾക്ക് ആരോടും ഇല്ല. പിന്നെ അവരെവിടെ പോയി കാണും? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്റെ ഭഗവാന്. അമ്മാവൻ അവിടെ ഇറക്കി വിട്ടിട്ടും പ്രണവ് ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെ അവരെ സഹായിക്കാൻ സാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് വേണം നമ്മളിപ്പോൾ ആലോചിക്കാൻ. ഈ പറഞ്ഞതുപോലെ പ്രണവിന് അങ്ങനെ പ്രത്യേകിച്ച് അടുപ്പമുള്ള ആരുമില്ല. പിന്നെ സഹായിക്കണമെങ്കിൽ ശിവാനിയോടുള്ള ബന്ധത്തിന്റെ പേരിൽ സഹായിക്കാൻ സാധ്യതയുള്ള ഒരാളുണ്ട്. അതാരാ? വേറെ ആരുമല്ല, വസുന്ധരാമ തന്നെ. ഒരുപക്ഷെ ശിവാനിയും പ്രണവിനെയും സേഫ് ആയിട്ടുള്ള എവിടെയെങ്കിലും വസുന്ധരാമ മാറ്റിയിട്ടുണ്ടാവും. ഗൗതം, ആന്റി വരുന്നുണ്ട്, ഒന്നും ചോദിക്കണ്ട. എന്തായി ഗൗതം, ശിവാനിയും പ്രണവും എവിടെയുണ്ടെന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ? അവരിപ്പോ എവിടെയാ ഉള്ളത്? അതിപ്പോ ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അറിയാവുന്നവരത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊരു സമാധാനമാവും. എന്താ മനസ്സിലായില്ല? ശിവാനിയുടെ കാരണവത്തിയായിട്ട് നിന്ന് ഉപദേശിക്കുകയും നയിക്കുകയും ഒക്കെ ചെയ്യുന്നത് മേഡം ആണല്ലോ. അപ്പൊ പിന്നെ അവൾ എവിടെ ഉണ്ടെന്നും നിങ്ങൾക്കറിയാൻ പറ്റും. വാട്ട് നോൺസെൻസ് ഗൗതം. പ്രണവ് എവിടെയുണ്ടെന്ന് അറിയാമെങ്കിൽ ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നില്ലേ? ഒരു കാര്യവും ഇല്ലാതെയാ നീ ഇപ്പൊ എന്നെ സംശയിക്കുന്നത്. ഇപ്പൊ നിന്റെ ഈ സംശയം എവിടുന്ന് വന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ചെവിയിൽ ഇത് ഓതി തന്നത് നിന്റെ ഭാര്യ ആയിരിക്കും അല്ലേ? അതെ, എന്നേക്കാൾ നന്നായിട്ട് നിങ്ങളെ കുറിച്ച് അറിയാവുന്ന ആളാണ് ഗൗതം. ഞാനായിട്ട് ഇനി ഓതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ കുറിച്ച് ഇവൻ എന്തറിയാവുന്ന നീ പറയുന്നത്? ഈ സമയത്ത് വെറുതെ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാതെ എങ്ങനെങ്കിലും പ്രണവിനെ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരാനുള്ള വഴി ആലോചിക്കേ. വഴക്കുണ്ടാക്കിയതൊന്നുമല്ല, സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കുന്ന കാര്യം മാത്രം. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ശിവാനി ആദ്യം വിളിക്കുന്നത് ഇവരെ തന്നെയായിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഗൗതം പ്ലീസ്, എന്നെ അവള് വിളിച്ചിട്ട് പോലുമില്ല. ഞാൻ അവൾക്കൊരു സഹായം ചെയ്ത് കൊടുത്തിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ആന്റി ശിവാനി ഒന്ന് വിളിച്ചേ, എന്നിട്ടൊന്ന് സ്പീക്കറിലിട്, ഞങ്ങളും ഒന്ന് കേൾക്കട്ടെ.
എന്താ നോക്കിയിരിക്കുന്നത്? വിളിക്ക്. നിങ്ങൾക്കൊരു അറിവുമില്ല എങ്കിൽ പിന്നെ അവരെ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ വഴി ആലോചിക്കാലോ. വിളിക്ക്. വിളിക്ക് വസു. നീ എന്തിനിങ്ങനെ ആലോചിച്ചു നിൽക്കുന്നത്? ഏട്ടത്തിക്കും എന്നെ സംശയമാണോ? എനിക്കിപ്പോ എന്നെ തന്നെ വിശ്വാസമില്ല. അപ്പോഴാ വസു, വാശി കാണിക്കാതെ വസു, നീ ഒന്ന് വിളിക്ക്. ഒരുപക്ഷെ എവിടെ ഉണ്ടെന്നെങ്കിലും അവളൊന്ന് പറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി അവനെ വിളിച്ചുകൊണ്ട് വരാലോ. നീ ഒന്ന് വിളിക്ക് വസു. ഈശ്വര, അവള് ഫോൺ എടുക്കല്ലേ. ഒന്നാമത് എനിക്ക് കഷ്ടകാലമാ. ആ വൃത്തികെട്ടവള് ഫോൺ എങ്ങാനും എടുത്ത് വായിൽ തോന്നുന്ന എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാ പണി കിട്ടുന്നത് എനിക്കായിരിക്കും. അതൊന്ന് സ്പീക്കറിലിട്. ആരാ ശിവനി വിളിക്കുന്നത്? വസുന്ധരാന്റിയാ. ശിവാനി, ഈ ഫോൺ എടുക്കല്ലേടി. ഞാനതൊന്ന് എടുക്കട്ടെ? വേണ്ട, എല്ലാവരും മുന്നിൽ വെച്ച് അവരെ നമ്മളെ തള്ളി പറഞ്ഞില്ലേ, ഫോൺ എടുക്കണ്ട. അല്ല പ്രണവേ, എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനാണെങ്കിലോ? ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. മോളെ, പ്രണവ് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ കോളിപ്പ് അറ്റൻഡ് ചെയ്യണ്ട. അല്ല, അതല്ല അങ്ങളെ. ഫോൺ എടുക്കണ്ടെന്നല്ലേ പറഞ്ഞത്? എടുത്തേ. ഒന്നുകൂടെ വിളിച്ചു നോക്കിയേ. എന്തിനാ ഒന്നുകൂടെ വിളിക്കുന്നേ? ഫോൺ കട്ട് ചെയ്തൊന്നും അല്ലല്ലോ, എടുക്കാത്തതല്ലേ. ചിലപ്പോ കേട്ട് കാണില്ല. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. number you are trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പൊ സമാധാനമായല്ലോ? നിങ്ങളുടെ സംശയം തീർന്നല്ലോ. എന്തിനും ഏതിനും എന്റെ തലയിൽ കയറാനായിട്ട് വന്നോളൂ.